ഓക്കെ, ഇനി നമുക്ക് എന്താണ് robot.txt ഫയൽ എന്ന് നോക്കാം. സോ robot.txt ഫയൽ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ നമ്മൾ മുമ്പ് കണ്ടായിരുന്നു. ഒരു പേജിനകത്ത് നമ്മൾ അലോ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസലോ ചെയ്യുന്നതൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഇൻഡെക്സ് നോൺ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടായിരുന്നു അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഇതൊരു ഫയലാണ്. ഇതിനകത്ത് നമ്മൾ ബോട്ടിനോട് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഏത് സെർച്ച് എഞ്ചിനാണെങ്കിലും നമ്മൾ അതിനോട് എന്താ ഇൻഫോം ചെയ്യുകയാണ്. ആദ്യം ബോട്ടുകൾ വന്ന് ഈ ഒരു robot.txt ഫയൽസ് അവർ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഈ ബോട്ടിനോട്. അതായത് ഏതൊക്കെ ഫയലുകൾ നിങ്ങൾ ഇതിനകത്ത് ക്രോൾ ചെയ്യണം, അതുപോലെ ഇൻഡെക്സ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാൻ പറ്റും റാങ്ക് മാത്ത് എന്ന് പറയുന്നതിനകത്ത് ജനറൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കോഡ്, അതുപോലെ തന്നെ എഡിറ്റ് robot.txt ഫയൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ഒരു കോഡ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ ദിസ് ഫയൽ ഈസ് ഓട്ടോമാറ്റിക്കലി ആഡഡ് ബൈ റാങ്ക് മാത്ത്. അതായത് നമ്മൾ SEO പ്ലഗിന് റാങ്ക് മാത്ത് അല്ലെങ്കിൽ ഏത് യോസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതുപോലെ സൈറ്റ് മാപ്പ് ജനറേറ്റ് ആവുകയും robot.txt ഫയൽസ് ഒക്കെ എന്താ ജനറേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് എന്താ എക്സ്ട്രാ ഒരു വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് എന്താ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ജനറേറ്റ് ആവും. സോ ഇത് വളരെയധികം നമുക്ക് എന്താ ബെനിഫിറ്റ് ആണ് അല്ലേ. നമുക്ക് അത്ര വർക്ക് കുറഞ്ഞു കിട്ടും. നമുക്ക് അതുപോലെ തന്നെ ഇതെന്താ നമുക്ക് വളരെയധികം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം നമുക്ക് എന്താ ചെയ്തു പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടുത്തെ കോഡ് എന്ന് പറയുന്നത് യൂസർ ഏജൻറ്റ് സ്റ്റാർ എന്നാണ് കിടക്കുന്നത്. അതായത് യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ബോട്ട് എല്ലാ ഒരു വെബ്സൈറ്റിലെ എല്ലാ പേജസും ഇതിനകത്ത് സ്റ്റാറിന് അലോ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പേജസും എന്താണ് ഇൻഡെക്സ് ചെയ്യാമെന്ന് പറയുന്നത്. എന്നാൽ തൊട്ട് താഴെ disallow/wp admin എന്ന് പറയുന്ന പേജ് എന്താ ചെയ്യരുത്. തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേന് WP admin എന്ന് പറയുന്ന ajax.php എന്ന് പറയുന്ന അത് എന്താണ് ഇൻഡെക്സ് ചെയ്യാം, അതിന് അലോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ട് താഴെ സൈറ്റ് മാപ്പ്, അതായത് നമ്മൾ മുമ്പ് സൈറ്റ് മാപ്പ് ഉണ്ടായിരുന്ന സൈറ്റ് മാപ്പ് ഈ ഫയലിലേക്ക് എന്താ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സൈറ്റ് മാപ്പ് ഇതിനകത്തുണ്ട്. അതായത് ഈ നമ്മൾ പറഞ്ഞു ബോട്ടുകൾ ആദ്യം ക്രോൾ ചെയ്യുന്നത് എന്താണ് ഈ robot.txt ഫയൽസ് ആണ്. ആദ്യം ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് തന്നെ സൈറ്റ് മാപ്പ് ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പേജ് ഈ വെബ്സൈറ്റിനെ പറ്റി പഠിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ സൈറ്റ് മാപ്പ് ഈ ഒരു robot.txt ഫയൽസിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഇത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് റോബോട്ടുകൾക്ക് ഈ വെബ്സൈറ്റിനെ പറ്റി പഠിക്കുവാനും ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അപ്പോൾ തന്നെ SEOയ്ക്ക് വളരെയധികം ബെനിഫിറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ robot.txt ഫയൽസ് ചെയ്യുന്നത്. അതായത് റാങ്ക് മാത്തിൽ ജനറൽ സെറ്റിംഗ്സിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കിവിടെ ഇത് ജനറേറ്റ് ആകും. സോ ഇങ്ങനെയാണ് നമ്മളിത് സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് robot.txt ഫയൽസ് കാണാനും പറ്റും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എടുത്തുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ നെയിം കൊടുക്കുക, അതിനുശേഷം സ്ലാഷ് കൊടുക്കുക, robots.txt എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കോഡ് നമുക്കിവിടെ അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്കിവിടെ ഏതൊക്കെ ഇതാണ് അലോ ചെയ്യേണ്ടത്, ഡിസലോ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും പേജ് ഡിസലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസലോ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പ്രോഗ്രാം ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കണ്ടായിരുന്ന ഓപ്ഷൻ നോ ഫോളോ അല്ലെങ്കിൽ നോ ഇൻഡെക്സ് ഒക്കെ നമുക്ക് അവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് robot.txt ഫയൽസ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ റാങ്ക് മാത്ത് ടൂൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ജനറേറ്റ് ആവുകയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതെന്താ കൈകാര്യം ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റാങ്ക് മാത്ത് മാത്രമല്ല യോസ്റ്റ് ഓൾ ഇൻ വൺ SEO ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആവുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. സോ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക.